ഹായ് മക്കളെ, നമ്മൾ USSന്റെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് പിന്നെ എന്നിട്ട് എന്തൊക്കെ ടൈപ്പ് നമ്പേഴ്സ് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ കൂടി ഒന്ന് പോകാം. ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നുമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി ഡിവൈസിബിൾ ബൈ 3, 4, 5 ആൻഡ് 6. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കുക. അതെന്ത് ചെയ്യണം? 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും വേണം. അപ്പൊ ഇതിനകത്ത് ഏതാണത്? ഒന്നാമത്തെ എന്താണ്? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. പിന്നെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രത്യേകത അറിയാലോ, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളത്. അപ്പം ആ പെർഫെക്റ്റ് സ്ക്വയർ 3, 4, 5, 6 കൊണ്ട് ഡിവൈസിബിൾ ആവുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഡിവൈസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ ആ നമ്പറിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM കാണാൻ വേണ്ടി 3, 4, 5, 6 എന്ന നമ്പർ എടുക്കുക. അതിന്റെ LCM കാണുക. LCM കാണാൻ അറിയത്തില്ലേ? നമ്മൾ 2 കൊണ്ട് നോക്കുന്നു. അപ്പൊ 2 2s are 4, 5 അതുപോലെ എഴുതുന്നു. 3 2s are 6. ഇനി ഇതുകൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യണം. 2 × 3 ഇതെങ്ങനെ ഇൻറ്റു ചെയ്യുന്നത് അറിയാവോ? ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് 3 കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 3 കൊണ്ട് 1 3s are 3, 2 5 1. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യണം. 3 × 2 6, 6 × 2 എത്രയാണ്? 12, 12 × 5 എത്രയാണ്? 60. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? LCM എന്ന് പറയുന്നത് 60 എന്ന് വരും. ഓക്കെ, അപ്പൊ LCM 60 കിട്ടി. അപ്പൊ ഇനി ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതിയല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ ഞാനിങ്ങനെ മാറ്റി ബോർഡിൽ എഴുതി കാണിക്കാം. അപ്പൊ ആണെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാവും നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് LCM എന്ന് പറയുന്നത് 60 കിട്ടി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുവാണെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പം നമുക്ക് LCM എന്ന് പറയുന്നത് 60 ആണ്. പിന്നെ ഇപ്പം നമ്മൾ എഴുതിയ അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. 3, 4, 5, 6 ആണ്. 2 കൊണ്ട് നോക്കുന്നു. 3, 2, 5, 3. വീണ്ടും 3 കൊണ്ട് നോക്കുന്നു. 1, 2, 5, 3 ഇങ്ങനെ വരും. ഇത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? പവറാക്കി എഴുതുമ്പം 2⁻² × 3 × 5 അല്ലേ? ഇങ്ങനെയാണ്. ഇവിടെ 60 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇത് LCM 60 കിട്ടി. 60 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. കാരണം എന്താ? പെർഫെക്റ്റ് സ്ക്വയർ ആകണേൽ അതിന്റെ പ്രൈം നമ്പേഴ്സ് ഈവൻ ആയിരിക്കണം. അതായത് അതിനെ നമ്മളിങ്ങനെ എഴുതുമല്ലോ, പ്രൈമിന്റെ പവേഴ്സ് ആയിട്ട്. ഇങ്ങനെ ഇതാണ് പ്രൈമിന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതണം. എന്നിട്ട് ഈ 60 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതി, നമ്മൾ LCM കണ്ടു. LCM കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആകണേൽ അതിന്റെ പ്രൈം പവേഴ്സ് ഈവൻ ആയിരിക്കണം. അതായത് ഇത് നോക്ക്, ഇതിന്റെ പ്രൈം പവേഴ്സ് ഒക്കെ ഇവിടെ ഇത് ഈവൻ ആണ്. പക്ഷെ ഇതെന്താണ്? ഇവിടെ 3⁻1, 5⁻1 വന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഈവൻ ആണോ? ഇതിന്റെ അല്ല, ഒന്ന് മാത്രമേ ഈവൻ ഉള്ളൂ. മൊത്തം ഈവൻ ആണെങ്കിൽ മാത്രമാണ് അതെന്തായിരിക്കുന്നത്? അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് രണ്ടും ഓഡ് ആയതുകൊണ്ട് അതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം ഇവിടെ 3ക്കും 5നും എന്താണ്? പെയർ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ കിട്ടുന്ന ഈ 16നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 16നെ നമ്മൾ ഇവിടെ പ്രൈം പവർ ആയിട്ട് ഇത് കണ്ട് ഇതിനകത്ത് ഇത് മാത്രമല്ല ഈവൻ ഉണ്ടെന്ന് പറഞ്ഞേ. ബാക്കി ഈ 2 നമ്പറിന് അതൊക്കെ ഓടാണ്. അപ്പൊ ഓഡ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 5 എത്രയാ? 15 എന്ന് വരും. 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 900 ആണ്. 900 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനകത്ത് നമ്മൾ തിരിച്ച് ഓപ്ഷനിലേക്ക് വരും. ഒന്നും കൂടെ പറയണോ? അതായത് നമ്മൾ LCM കണ്ടു. LCM 60 കിട്ടി. 60നെ നമ്മളിങ്ങനെ പവർ ആക്കി എഴുതി. കാരണം 60 എന്ന് പറയുന്നത് എന്താണ്? 60 എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ പവർ ആക്കി എഴുതുന്ന സമയത്ത് അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ പവറുകൾ ഈവൻ തന്നെയായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 60ന്റെ കൂടെ ഓഡ് ആയിട്ടുള്ള പവേഴ്സ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 900 എന്ന് കിട്ടും. 900 ഓപ്ഷനിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്താ? നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്?
900 ആണ് ആൻസർ വരുന്നത്. അപ്പം സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം. ഇനി സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ ഈ നമ്പേഴ്സ് കൊണ്ട് അതിൻ്റെ LCM കാണണം. LCM കണ്ടതിന് ശേഷം നമ്മൾ അതിനെ പവറാക്കി എഴുതണം. എന്നിട്ട് അതിൻ്റെ പവറാക്കി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവൻ പവേഴ്സ് ആയിരുന്നെങ്കിൽ എന്താണ്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയേനേയും അതിൻ്റെ പവർ രണ്ടെണ്ണം ഓട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഓട് വരുന്നത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, LCMൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് 900 ആൻസർ കിട്ടും. അത് ഇവിടെ ഉണ്ട് താനും. ഓക്കെ, ഇനി അടുത്ത് എമംഗ് ദ ഫോളോയിങ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ, ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇത് എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം അതെന്ന് പറയുന്നത് 112ൻ്റെ സ്ക്വയർ ആണ് ഈ നമ്പർ. അപ്പോൾ അടുത്ത ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും, ഇത് ചെയ്ത് നോക്കുമ്പം 113ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അടുത്തത് വരുന്ന ഏതായിരിക്കും, 112ൻ്റെ സ്ക്വയർ എഴുതി, 113ൻ്റെ സ്ക്വയർ എഴുതി. അപ്പോൾ അടുത്ത മിസ്സിംഗ് വരുന്ന 114ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാവും. അപ്പം 14ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ മിസ് ചെയ്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഏതാണ് 14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, 12,000. നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ആൻസർ കിട്ടും. 14 × 14 ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. അപ്പം ആ രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവൈസിബിൾ ബൈ 99. ഒരു നമ്പറിനെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിൻ്റെ പ്രത്യേക ഡിവൈസിബിൾ റൂൾസിലൊക്കെ നമുക്കറിയാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആയിരിക്കും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റ് സം എന്തായിരിക്കും, അങ്ങനത്തെ എല്ലാ ഡിവൈസിബിൾ റൂൾസും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിനെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിവൈസിബിൾ റൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് ആദ്യം മനസ്സിലാകണം. 99 എന്ന് പറയുന്ന നമ്പറിന് കാരണം ഡിവൈഡ്, അതായത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാക്ട്ലി ഡിവൈഡ് ബൈ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ഒരു നമ്പർ ആണെങ്കിൽ അത് 9 കൊണ്ട് ഡിവൈഡ് ആയിരിക്കണം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 99 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ റൂള്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 9 കൊണ്ടും 11 കൊണ്ടും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയണ്ടേ, എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഒരു നമ്പറിനെ 9 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റ് സമ്മ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു നമ്പർ എടുത്തു, നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ആ നമ്പർ അതിൻ്റെ ഡിജിറ്റ് സമ്മ് നോക്കുക. 1 + 2 ഇങ്ങനെ 1 + 2 3 അല്ല, ഇതിങ്ങനെ ചെയ്ത് നോക്കുക. 1 + 2 + 9 + 9 + 6 അതിൻ്റെ ഡിജിറ്റ് സമ്മ് എത്രയാണെന്ന് നോക്കുക. ആ ഡിജിറ്റ് സമ്മ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, ആ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നമ്പർ എടുത്ത് കാണിക്കാം. ഇതൊരു നമ്പറാണേ. ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നത്. അപ്പോൾ 4 + 2 6, 6 + 4 10, 10 + 2 12, പിന്നെ 10 22 വരും. 22 എന്ന നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 9 കൊണ്ട് പറ്റത്തില്ലല്ലോ, റിമൈൻഡർ വരും, പറ്റത്തില്ല. അപ്പോൾ എന്താണ്, ആ നമ്പർ എന്തായാലും പറ്റിയല്ല. 9 കൊണ്ട് പറ്റിയല്ലേ, പിന്നെ 11 കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 2 കൊണ്ടും പറ്റണമല്ലോ. അപ്പോൾ അത് പറ്റിയല്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഏതെടുക്കാം, അടുത്ത വേറൊരു നമ്പർ എടുത്തേ. വേറൊരു നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുത്താലോ, 1. ഓരോ നമ്പറും നമ്മൾ ഈ ഒരു ഡിജിറ്റ് സമ്മ് നോക്കുക. ഡിജിറ്റ് സമ്മ് പറ്റാണ് എളുപ്പം ചെയ്യാൻ പറ്റുമല്ലോ, ഡിജിറ്റ് സമ്മ്. അപ്പം അത് നോക്കിയിട്ട് അത് പറ്റുമെങ്കിൽ പിന്നെ 11 കൊണ്ട് പറ്റുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഏത് കിട്ടും, 18 എന്ന് കിട്ടും. 18 എന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താണ്, പറ്റും. 18 / 2 എന്ന് പറയാൻ 9 അല്ലേ. അപ്പം 18 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ മതി, ഈ ഒരു നമ്പറിനെ ഒന്ന് മൈൻഡിൽ വെക്കുക. എന്നിട്ട് അതിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ അതിൻ്റെ റൂൾ അറിയണം. എങ്ങനെയാണ്,
11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അറിയുന്നത്? അതിന്റെ ഓഡ് പ്ലേസ് ഡിജിറ്റും ഈവൻ പ്ലേസ് ഡിജിറ്റും നോക്കുക. ഓഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ് വാല്യൂ അറിയത്തില്ലേ? പ്ലേസ് 1, ആദ്യത്തെ 1 എന്ന് പറയുന്നത് എന്താ? ഓഡ് പ്ലേസാ. അടുത്ത 3 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്ലേസ് അല്ല, അത് ഈവൻ പ്ലേസാ. അപ്പം അത് പറ്റത്തില്ല. മൂന്നാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് ഓഡ് പ്ലേസാ. നാലാമത്തെ പ്ലേസ് പറ്റത്തില്ല. അഞ്ചാമത്തെ പ്ലേസ് ഓഡ് പ്ലേസാ. ഈ ഓഡ് പ്ലേസും മൈനസ് ഈവൻ പ്ലേസും മൈനസ് ചെയ്യണം. ഈവൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എന്ന് എഴുതിയ പ്ലേസ് ഈവൻ നമ്പർ അല്ലേ? അപ്പം 2 3 വരും, 1 വരും, 5 വരും. ഈവൻ അതിന്റെ പ്ലേസുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് തമ്മിൽ എന്ത് ചെയ്യാം? അപ്പം ആദ്യത്തെ നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 3 + 1 4, 4 + 1 9 വരും. താഴത്തെ കൂട്ടുമ്പോൾ 9 വരും. അപ്പം 9 - 9 എന്താ വരിക? 0 വരും. 0യോ 11 വന്നാൽ എന്താണ്? അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന. ഒന്നെങ്കിൽ ഇത് പ്ലസ് ചെയ്യുമ്പോൾ 11 കിട്ടുന്ന, മൈനസ് ചെയ്യുമ്പോൾ 11 കിട്ടുന്നെങ്കിൽ ഓക്കെയാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 കിട്ടുന്നതെങ്കിലും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടി. അപ്പോൾ എന്താണ്? ഈ നമ്പർ കൊണ്ട് 9 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 കൊണ്ടും പറ്റും. അപ്പോൾ വേറെ ഒന്നും നോക്കിയാൽ കിട്ടൂല. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയല്ലോ, ഡിജിറ്റ് സം തന്നെ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നില്ലെന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഡിജിറ്റ് സം കാണുക. എന്നിട്ട് ആ ഡിജിറ്റ് സം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ എക്സാക്ട്ലി ഡിവൈഡ് ബൈ 9 ആണ്. ഇനി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അതിന്റെ ഓഡ് പ്ലേസുകൾ തമ്മിൽ കൂട്ടിയിട്ട് ഈവൻ പ്ലേസുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഓഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ഓഡ് പ്ലേസ് അല്ലേ 1 എന്നുള്ളത്. അത് രണ്ടാമത്തെ 3 എന്ന് പറയുന്നത് എന്താ? ഈവൻ 2 എന്നുള്ളത് ഈവൻ നമ്പർ അല്ല, അത് ഈവൻ പ്ലേസ് ആണ്. അങ്ങനെയാണ് പ്ലേസ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് 0 11 ആയാൽ എന്താണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എക്സാക്ട്ലി. അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാമേ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? The least common multiple of two number is 100 and their highest common factor is 5. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എത്രയാണ്? അതായത് ഒരു നമ്പറിന്റെ ഏതോ ഒരു നമ്പർ എന്നറിയത്തില്ല, അതിന്റെ LCMഉം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ LCM, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ HCF, അത് രണ്ടും തന്നു. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ പ്രൊഡക്റ്റ് ചോദിച്ചാൽ വേറെ ഒന്നും ആലോചിക്കണ്ട, ആ നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. LCMഉം HCFഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 100 × 5 500 കിട്ടും. അതാ ഓപ്ഷന് 500 ഉണ്ട്. അപ്പം ഒരു നമ്പറിന്റെ HCFഉം LCMഉം തന്നു, അതിന്റെ പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ LCMഉം HCFഉം കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, ഇനി അടുത്ത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5 എന്ന് പറയുന്നത് ദ ആവറേജ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ ഈസ് 30. ഫൈൻഡ് ദ സ്മോളർ നമ്പർ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്, അതല്ലേ ആവറേജ്. അപ്പൊ ഇവിടെ ആവറേജ് ഓഫ് 2 നമ്പേഴ്സ് ആവറേജ് തന്നിട്ടുണ്ട്. അപ്പം ആവറേജ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ ഈസ് 30. അപ്പൊ ഏതോ 2 നമ്പറിന്റെ ആവറേജ് തന്നു. അപ്പൊ ആ 2 നമ്പറിന്റെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഏത് നമ്പറാണെന്ന് നമുക്ക് അറിയത്തില്ല. ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ആവറേജ് ഇൻറ്റു നമ്പർ, എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. ഇതാണ് ആ 2 നമ്പർ കൂട്ടുമ്പോൾ ടോട്ടൽ. ഏതോ 2 നമ്പർ കൂട്ടുമ്പം ടോട്ടൽ കിട്ടും. അപ്പോൾ അത് ഏതായിരിക്കും? അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്കിവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓപ്ഷനിലേക്ക് വരിക. അതെന്താണ്? 2 കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സാണ്. ഇവിടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് വരിക നോക്കിയാൽ മതി. 21 ഒരു പ്രൈം നമ്പർ അല്ലേ? 29. അപ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം 29ഉം എന്താണ് 31ഉം ആയിരിക്കും വരിക. 2 നമ്പേഴ്സ് അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 60 വരുന്നത്. അതിൽ ചെറിയ നമ്പർ ഏതാണ് ക്വസ്റ്റ്യൻ? അത് ഏതായിരിക്കും? 29 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 29 ആണ് ഓപ്ഷനിലെ ആൻസർ. വലിയ നമ്പർ ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ചെറിയ നമ്പറാണ്, അപ്പോൾ നമ്മൾ പ്രൈം നമ്പറും ആണെന്ന് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് ഇവിടെ 6100A എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്റെ ഡിജിറ്റിലെ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എൻഡിൽ വരുന്ന നമ്പർ ഓഫ് സീറോസ് ഈവൻ നമ്പർ ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും.
അല്ലേ? ഇവിടെ നമ്പർ ഓഫ് സീറോസ് ഈവൻ നമ്പർ വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ വരുമ്പം ഇവിടെ എ വന്നിരിക്കുന്നത്. എയുടെ വാല്യൂ 0 കൊടുത്താൽ എന്താണല്ലോ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പോൾ 0 അല്ല. മനസ്സിലായോ? 0 കൊടുക്കുമ്പോൾ 3 0 വരും. ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയറിന്റെ 0യുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കില്ല, ഈവൻ നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ 3 0 വരത്തില്ല. 2 0 ആയിരുന്നെങ്കിൽ നമുക്കൊരു ചാൻസ് കൊടുക്കായിരുന്നു. അപ്പോൾ 3 0 വരത്തില്ല. ഈവൻ നമ്പർ ഓഡ് നമ്പർ വരത്തില്ല, ഈവൻ നമ്പറേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ 0 അല്ല. ഇനി അടുത്തത് പിന്നെ അടുത്ത ഏതാ വരിക? എൻഡിൻ ഡിജിറ്റ് നോക്കണം. എൻഡിൻ ഡിജിറ്റ് പിന്നെ വരാൻ സാധ്യത പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ എത്രയാ? 4 വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് എന്താ? 4ന്റെ സ്ക്വയർ വരുമ്പോൾ 16. 2 അക്കം വരാൻ ഒരു ചാൻസും ഇല്ല. അവിടെ ഒരൊറ്റ ലെറ്ററേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഏതാ വരാൻ സാധ്യതയുള്ളൂ? 4 തന്നെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ അതിന് പകരം എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. ഓക്കെ, 4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ 6th ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം കുറച്ച് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ യൂസേഴ്സിന് അറിഞ്ഞിരിക്കേണ്ടതെന്ന്. ഈ നമ്പർ സീക്വൻസ് ഒക്കെ യൂഷ്വലി ചോദിക്കുന്ന ചോദ്യമാണ്. നമ്പർ സീക്വൻസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് എക്സാമിന്. അപ്പം നമ്പർ സീക്വൻസ് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിച്ചിരിക്കേണ്ട നമ്പേഴ്സുകളുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് കോമൺലി അറിയാവുന്ന നമ്പേഴ്സ് ആണ് 2, 4, 6, 8 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ അതെന്ത് നമ്പേഴ്സ് ആണ്? ഈവൻ നമ്പേഴ്സ് ആണ്. അതെന്ത് നമ്പേഴ്സ് ആണ്? ഈവൻ നമ്പേഴ്സ്. അടുത്തത് ഓഡ് നമ്പേഴ്സ് ആണ് പഠിക്കുക. 1, 3, 5, 7 അങ്ങനെ പോവുകയാണെങ്കിൽ അതെന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ്. അതൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. 2, 3, 5, 7, 11, 13 അങ്ങനെ നമ്പേഴ്സ് വരുവാണ്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ പഠിച്ചതിൽ? 2, 3, 5, 7, 11, 13 ഇതൊക്കെ എന്ത് നമ്പേഴ്സ്? ഓടുന്നില്ല, ഓടും ഉണ്ട്, ഇവനും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഈ ഒരു നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഈ നമ്പേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ച നമ്പേഴ്സ് ആണ്, പ്രൈം നമ്പേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റായിട്ട് നോട്ട് എഴുതി വെക്കണം. ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് ഞാൻ മിസ് വായിക്കുവാണേ. അപ്പം ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള നമ്പേഴ്സ് ആണ് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് പറഞ്ഞാൽ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അപ്പൊ അടുത്ത എന്തായിരിക്കും അറിയാലോ? 6 സ്ക്വയർ അങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഈ ഒരു സീക്വൻസിന് പറയുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സ് എന്നാണ് ഈ ഒരു സീക്വൻസിന് പറയുന്ന പേര്. ഇനി അടുത്ത നമ്പേഴ്സ് ആണ്. ഈ ഒരു നമ്പേഴ്സിന്റെ പ്രത്യേകത അറിയാവോ? ഈ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ്, 2 ക്യൂബ് അങ്ങനെയാണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 3 ടൈംസ്. ഓക്കെ, ക്യൂബ് നമ്പേഴ്സ് എന്നാണ് ഇതിനെ പറയുക. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഒരു യൂസസ് എഴുതുന്ന കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. അപ്പം ഇതാണ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 3 ടൈംസ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ്, അതാണ് 1 തന്നെ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 into 2 4, 4 into 2 8. അടുത്ത 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പൊ എത്രയാ? 9, 9 into 3 27. അങ്ങനെ 4 ക്യൂബ് 64. അതാണ് ക്യൂബ് നമ്പേഴ്സ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സും എന്താണ്? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ നമ്പേഴ്സ് പാറ്റേൺസ് ആണ്. അപ്പൊ അത് മൈൻഡിൽ വെക്കുക. നമ്പർ സീക്വൻസുകൾ തരുമ്പം എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ നമ്പർ സീക്വൻസിൽ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് നമ്പർ സീക്വൻസുകൾ തന്നെ തരാം. എക്സാമിന് അങ്ങനത്തെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിനകത്ത് നമ്പർ സീക്വൻസുകൾ പാറ്റേൺസ് എന്നാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ടാക്കി എഴുതി വെക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.